നീതീകരണം എന്നത് പൊതുനിയമ പഠനത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു മേഖല കൂടിയാണ്. നമുക്ക് വിശദീകരണത്തിലേക്ക് വരും മുമ്പ് ഇത് ചരിത്രപരമായ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാം. കർത്താവായ യേശുക്രിസ്തുവിന് 758 വർഷങ്ങൾക്കപ്പുറത്ത് ടൈബർ നദിയുടെ തീരത്ത് സ്ഥാപിച്ച ഒരു പട്ടണത്തിന്റെ പേരാണ് റോം. റോം ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ സ്വാഭാവികമായ അടുക്കും ചിട്ടയും ക്രമീകരണങ്ങളും നിമിത്തം അടുത്തടുത്ത പട്ടണങ്ങൾ ഇതിന്റെ ഭാഗമായി തീർന്നു. വെള്ളത്തിലൂടെയുള്ള യാത്ര അല്ലെങ്കിൽ നദീതീരത്തായിരുന്നു പട്ടണം എന്നത് അതിന് വാണിജ്യ പ്രാധാന്യമേറി. സാധനങ്ങൾ നീക്കാനും കൊടുക്കാനും ഒക്കെയുള്ള ട്രേഡ് റൂട്ട് സഞ്ജാതമായി. ക്രമേണ ഈ രാജ്യം പടർന്ന് പന്തലിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യ ഈ രീതി നിലനിന്നു. അതൊക്കെ അതിന്റെ ചരിത്രം. പക്ഷെ പഠിക്കേണ്ട ഒരു കാര്യം, ഈ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് റോമിൽ കനാലുകൾ വെട്ടി, അവരെ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ തീർന്നു. നമുക്കറിയാം, സിമന്റിന്റെ കണ്ടുപിടുത്തം തന്നെ റോമിലാണ്. ലോകോത്തര നിലവാരമുള്ള റോഡുകൾ റോമിന്റെ സംഭാവനയാണ്. തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച വളവും തിരിവുമില്ലാതെ നിവരെ വെട്ടുന്ന റോഡുകൾ, കഴിവതും നേരെ വെട്ടുന്ന റോഡുകൾ, ആധുനിക ഹൈവേ സങ്കല്പമൊക്കെ ഉടലെടുക്കുന്നതിന് കാലഘട്ടങ്ങൾക്കപ്പുറത്ത് റോമിൽ നല്ല റോഡുണ്ടായി. അങ്ങനെയാണ് എല്ലാ റോഡും റോമിലേക്ക് എന്നൊരു പഴമൊഴി ഉണ്ടാകുന്നത്. ഇതൊക്കെ പണി കഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴും ഈ അടിമകളൊരു ബാധ്യത, എനിക്ക് ഭക്ഷണം കൊടുക്കണം, തീറ്റിപ്പോറ്റണം, അംഗസംഖ്യ വർദ്ധിക്കണം, അവർക്ക് കുടിലുകളും സംവിധാനങ്ങളും ഉണ്ടാക്കണം, വിൽക്കാൻ തെരുവിൽ വെക്കും വേണ്ട ആർക്കും, ശേഷിച്ച് പ്രായമുള്ളവരെ വെക്കാൻ ആർക്കും വേണ്ട. അങ്ങനെ വരുമ്പോൾ നിസ്സാര കുറ്റം ചുമത്തി ഇവരെ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക്, ദ്വീപുകളിലേക്ക് അയക്കും. അവിടെ ചെന്ന് കൽക്കരി കനിയിലൊക്കെ പണിയെടുത്ത് അവിടെ തന്നെ മരിച്ചു വരും. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം ഈ ചെങ്ങാടത്തിലൊക്കെ ചെന്ന് ഭക്ഷണക്കെട്ടുകൾ എറിഞ്ഞു കൊടുക്കും. അത് കഴിച്ച് കിട്ടിയാലായി, ഇല്ലെങ്കിലായി, അങ്ങനെ അവിടെ മരിച്ചു കൊടുക്കുന്ന ജീവിതങ്ങൾ. എങ്ങും അസ്വസ്ഥത നിലനിൽക്കും. അതുകൊണ്ട് അടിമകളുടെ പുതിയ തലമുറ തരം കിട്ടിയാൽ യജമാനനെ കൊല്ലും, വകവരുത്തും, കൃഷിയിടങ്ങൾ നശിപ്പിക്കും, കലാപകലുഷിതമായ അവരെ ഒന്നും നേരെയാക്കാൻ പറ്റുന്നില്ല. റോമിലെങ്ങും ഇവരെ അമർച്ച ചെയ്യാൻ ഇടയ്ക്കിടയ്ക്കൊരു പണി. ഇവരിൽ കുറ്റവാളികളെ തിരഞ്ഞു പിടിച്ചിട്ട് നാളെ ആരും ഇവരുടെ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ വിചാരണ നടപ്പിലാക്കി പെരുവഴിയുടെ ഓരത്ത് ക്രൂശിക്കും. കുറ്റസംഗതി എഴുതി വെക്കും, ഇന്ന കുറ്റത്തിന് ക്രൂശിച്ചു. ആ ക്രൂശീകരണം കഴിയുമ്പോഴേക്കൊരു സമാധാനം കൈവരും. കാരണം കൊന്നതൊരു അക്രമിയെ, ഒരു ഗുണ്ടയെ, ഒരു തീവ്രവാദിയെ, ഒരു രാഷ്ട്രവിരുദ്ധന് കൊല്ലും. സമാധാനം കൈവരും. അപ്പൊ ആളുകൾ ധരിച്ചു ഒരു ക്രൂശീകരണം നടന്നിരുന്നെങ്കിൽ, നമ്മളൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് ശിക്ഷ വളരെ ലളിതമാണ്, ജയിലുകളൊക്കെ വളരെ സുഖമാണ്, ഇവരെയൊക്കെ കൊന്നിരുന്നെങ്കിൽ കുറെ പേരെങ്കിലും ശരിയാകുമായിരുന്നു പറയുമ്പോൾ അക്രമികളെ വകവരുത്തുന്ന ആയുധമായി കുരിശിനെ കണ്ടു. അതുകൊണ്ട് കുരിശു ചുമക്കുന്നവനെ കണ്ടാൽ അന്ന് കൊലയുണ്ടെന്നർത്ഥം. ഒരാൾ കുരിശുമേന്തി പോകുന്നത് കണ്ടാൽ അതിന്റെ അർത്ഥം എവിടെയോ പാപം നടന്നിരിക്കുന്നു, അക്രമം നടന്നിരിക്കുന്നു, അനീതി നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ക്രൂശീകരണം ഉറപ്പാണ്. ആളുകൾ ഇത് കാണാൻ വരും. ക്രൂശുമരണത്തിന്റെ ഭീകരത കണ്ടാൽ, ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചാൽ, ഈ പാപം ചെയ്യാൻ മനുഷ്യന് കഴിയാത്ത വിധം സ്തംഭിപ്പിക്കുന്ന ശിക്ഷയാണ്. എങ്ങനെയാണത്? ക്രൂശുമരണത്തിന്റെ രീതി ഞാനും നിങ്ങളും കാണുന്നത് പോലെയല്ല. പടം വരച്ചാകെ വികൃതമാക്കിയത് വിട്ടിട്ടുണ്ട്. ഒന്നാമത്, ഒരു കുരിശിന് 2 ഭാഗമാണ്. ഒന്നതിന്റെ സ്റ്റെമ്മ്, നേരെ നിൽക്കുന്ന ഭാഗം. രണ്ടതിന് കുത്തനെയുള്ള ഭാഗം, വിലങ്ങനെയുള്ള ഭാഗം. ഈ സ്റ്റെമ്മിന് ഒരു പേര് പറഞ്ഞു. ആ പേര് സിംപ്ലക്സ് എന്നാണ്. സിംപ്ലക്സ്. വിലങ്ങനെ ഒരു ഭാഗമുണ്ട്, അതിന്റെ പേര് റോമൻ വേർഡാണ്, പാറ്റീബുലം എന്ന് പറയും.
ഇതിൽ ചുമക്കേണ്ടത് ഈ ക്രോസ് ബാറാണ്, പാറ്റീബുല്. ഇത് തോളിൽ വെച്ച് ചുമക്കണം. അത് T ആകൃതിയിലെ കുരിശ് അതുപോലെ എടുത്തുകൊണ്ട് നമ്മൾ മനുഷ്യ പഠനമെല്ലാം തെറ്റാണ്. ആണി അടിക്കേണ്ട സ്ഥലം കൃത്യം ഈ കൈയുടെ റിസ്റ്റ് ഇവിടെയാണ്, ഈ കൈത്തണ്ട, ഈ കൈക്കുഴയുടെ ഭാഗത്താണ്. അവിടെ വെറുതെ ആണി അടിച്ചാൽ പോരാ, ചതുര വടിവുള്ള ആണി. ആണി കൊണ്ടൊന്ന് അറ്റം മുനയുള്ള ആണി പരിശോധിച്ച് ഈ ആണി കുത്തിയിറക്കേണ്ട ഭാഗം ആ പോത്തിക്കരി എന്നറിയപ്പെടുന്ന ഡോക്ടർ, വൈദ്യൻ പരിശോധിച്ച് മഷിയിടും. അവിടെ കുത്തി ഇറക്കി ഒന്ന് തിരിക്കും. ആദ്യം പൊടിയുന്ന ചോര, അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വരില്ല. രണ്ട് കൈയിലും രണ്ട് കാലിലും ഇങ്ങനെ ആണി അടിച്ചിട്ട് ക്രൂശോട് ചേർത്ത് ചുറ്റിയൊക്കെ ആണി അടിച്ചിറക്കും. ആദ്യം കുത്തി ഇറക്കും, എന്നിട്ട് ക്രൂശ് കുഴിക്കകത്തേക്ക് ഇറക്കും. ഈ ശരീരം ക്രൂശിൽ നിറക്കരുത്. ഈ ശരീരം ക്രൂശിൽ നിന്ന് നിലത്തിറക്കാൻ പാടില്ല. ഈ ശരീരം വെള്ളത്തിൽ ഒഴുക്കി വിടരുത്. ഈ ശരീരം കത്തിച്ചും കളയാൻ പാടില്ല. ഈ ശരീരം കുഴിച്ചിടാനും പാടില്ല. നിയമവിരുദ്ധമാണ്. യേശുവിന്റെ കാര്യത്തിൽ ഇതെല്ലാം മാറ്റം ഉണ്ടായി, അത് വേറൊരു കാര്യം. നിലത്തിറക്കി കിടത്തരുത്, കുഴിയെടുത്ത് അടക്കരുതെന്ന് പറയാൻ കാരണം ക്രൂശിലെ മരണം ഏറ്റവും നികൃഷ്ടമാകയാൽ, അത് അധർമ്മിക്ക് കൊടുത്ത ശിക്ഷയാകുക. ഭൂമി റോമക്കാർക്ക് ദേവതയാണ്. ആ ദേവതയുടെ മാറ് പിളർന്ന് ഒരു ഹതഭാഗ്യനെ അടക്കണ്ട. ഇത് മതവികാരം വ്രണപ്പെടും. വെള്ളം ജലദേവതയാണ്. ഈ ഹതഭാഗ്യനെ ഏറ്റുവാങ്ങാൻ ജലദേവതയ്ക്ക് താല്പര്യമില്ല. അഗ്നിദേവനാണ്, അഗ്നിയിൽ കത്തിക്കാൻ പാടില്ല. പിന്നെന്ത് വേണം? ഈ ശരീരം ക്രൂശിൽ കിടക്കണം. ക്രൂശിൽ കിടന്ന് അവിടെ കിടന്ന് നശിക്കണം. ആ രംഗം വളരെ ദാരുണമാണ്, ബീഭത്സമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഘട്ടത്തിൽ ഞരമ്പുകൂടുകൾ സ്തംഭിച്ച് ശരീരത്തിലെ രക്തപ്രവാഹമൊക്കെ നശിച്ച് ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒക്കെ വേർതിരിക്കുന്ന ഹൃദയത്തിന്റെ ജോലിയൊക്കെ നിലച്ച് ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ പടർന്നു പിടിക്കാൻ ഇടവരാതെ വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിക്കപ്പെട്ടു ആള് കറുത്ത് കരിവാളിച്ച് വികൃത രൂപമായി ക്രൂശിൽ അങ്ങനെ കിടക്കും. ഒരു ട്രാൻസ് ഈ രൂപത്തിൽ ചിലപ്പോൾ മണിക്കൂറുകളല്ല, ദിവസങ്ങൾ കിടക്കേണ്ടി വരും. അബോധാവസ്ഥയിൽ ഒരു കോമ സ്റ്റേജിൽ പ്രാണൻ പോകാതെ 7 ദിവസം വരെ ക്രൂശിൽ ഇങ്ങനെ ആള് കിടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുക. എന്നാൽ ആള് മരിക്കാതെ പടയാളികൾക്കടുത്തുനിന്ന് പോകാൻ പാടില്ല. അവരോട് വേണം, അവനൊരു പണിയും. ഒരു ഗദാദണ്ഡ് കൊണ്ട് മരിച്ചു കിടക്കുന്ന ആളിന്റെ കാൽ തല്ലി ഒടിക്കും. കേട്ടാൽ അത് ഭീകരമാണെന്ന് തോന്നും. ഭീകരമല്ല, അതിലെല്ലാം ഗുണമുണ്ട്. ഒടിഞ്ഞ കാലിൽ ഉളവായി വന്ന മുറിവിലൂടെ ശരീരത്തിൽ കെട്ടിക്കിടന്ന രക്തം വാർന്ന് പുറത്തുപോയി. ഇയാൾ ഒന്ന് ശ്വാസമെടുത്ത് വലിക്കും. അനവധി നാളിലെ നേരത്തെ ഭീകര പീഡനത്തിനൊടുവിൽ കിട്ടിയ നേരിയ ആശ്വാസം. ആള് ദാരുണമായി മരിക്കും. മരിച്ച ശരീരം പകൽ കിടന്ന് ചൂടടിച്ച് രാത്രി എത്തുമ്പോഴേക്കും തണുപ്പ് അരിച്ച് പിറ്റേന്ന് വീണ്ടും ചൂടടിച്ച് ഈ ഘട്ടത്തിൽ പറവകൾ കൊത്തിപ്പറിക്കാൻ എടുക്കും. കാക്കകൾ കൊത്തിപ്പറിച്ച് വികൃതമാക്കുന്ന ശരീരം, കഴുകനും കാക്കയും കൊത്തിപ്പറിച്ച് കുടൽമാലകൾ തുറിച്ച് പുറത്തു വീഴും. ഭീകരമാണ് രംഗം. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശിനെ അപമാനമലക്ഷ്യമാക്കി സഹിക്കാൻ കാലത്തിന്റെ നിർണായകതയിൽ പിതാവിനാൽ അയക്കപ്പെട്ട പുത്രൻ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തേ കാര്യം? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അപ്പോൾ നമുക്കിനി ഈ നീതീകരണം എന്ന വിഷയത്തിലേക്ക് ഇതിലൂടെ നേരിട്ട് കടക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ചോദ്യം വരുന്നുണ്ടോ? ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത്.
പ്രസംഗമാണെങ്കിൽ മനസ്സിലായാലും ഇല്ലേലും അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. വ്യക്തമാകുന്നുണ്ടോ? ഓക്കെ. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല, അപൂർവം ചിലരെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ മനുഷ്യരെ മരം പോലെ കാണുന്നു എന്നൊക്കെ വചനം പറയുന്ന പോലെ നിങ്ങളും ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള അല്ലാതെ ഒരു ഇന്ററാക്ഷൻ കാര്യമായിട്ടില്ല. ഇതാണൊരു പ്രശ്നം. ഓട്ടെ. അപ്പോഴ് ഇങ്ങനെ ദാരുണമാണ് ക്രൂശുമരണം. എന്തിനാണ് ഈ ക്രൂശുമരണം? പഠിക്കുക. അത് പഠിച്ചാൽ ആദ്യത്തെ ടോപ്പിക്ക് തീരും. ഒരാൾ കുറ്റം ചെയ്തു, ഒരു പ്രവൃത്തി, ഒരു ആക്ടിവിറ്റി, അതിനെ കുറ്റമെന്ന് വിളിക്കാൻ കാരണം എന്താ? എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി കുറ്റം? വാട്ട് ഡു യു മീൻ ബൈ മിസ്റ്റേക്ക്? എന്താണ് കുറ്റം? എല്ലാ പരാതിയും കുറ്റമാകണമെന്നില്ല, എല്ലാ കംപ്ലൈന്റും ക്രിമിനൽ ആകണമെന്നില്ല. സിവിൽ കേസുകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. മയക്കുമരുന്ന് കയ്യിൽ വെച്ച ആര്യന് മറ്റേ അയാളുടെ മോന് ഇന്ന് ജാമ്യം കിട്ടി. അതാണൊരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് അദ്ദേഹത്തിന് മാത്രമല്ല, നമ്മുടെ കോടിയേരി സഖാവിന്റെ മകനും ജാമ്യം കിട്ടി. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതാ എൻ്റെ ഒരു പേടി. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ പുറത്തിറങ്ങും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് ക്രിമിനൽ കുറ്റാണ്, മയക്കുമരുന്ന് കയ്യിൽ വെക്കുന്നത്. എന്നാല് ഒരതിരുതർക്കം ക്രിമിനൽ കുറ്റമല്ല, തർക്കമാണ്. അത് സിവിൽ കേസാണ്. നിങ്ങൾ രണ്ടാളൊത്താൽ അത് പരിഹരിക്കാം, പ്രശ്നമൊന്നുമില്ല. കോടതി ക്രിമിനൽ കുറ്റം തന്നെ പരിഹരിക്കാൻ പറ്റില്ല. അതിൽ ഗവൺമെന്റ് ഇടപെടും, കോടതി ഇടപെടും. എങ്ങനെ ഒരു ആക്ടിവിറ്റി ഒഫൻസ് ആകുന്ന എങ്ങനെയാണ്? ഒറ്റ കാര്യമുള്ളൂ, വളരെ ലളിതമാണ്. ഉത്തരം വളരെ ലളിതം. വയലേഷൻ ഓഫ് എ റൂൾ ഈസ് കോൾഡ് ഒഫൻസ്. ഒഫൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നിയമത്തിന്റെ ലംഘനമാണ്. നിയമലംഘനം എന്തോ അതാണ് തെറ്റ്. നിയമലംഘനത്തിന് തന്നെ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ശിക്ഷ. കുറ്റത്തിന്റെ ഗൗരവത്തിന് ശിക്ഷ. ഓരോ കുറ്റത്തിനും അതത് തരം ശിക്ഷയാണ്. ചിലർ ചോദിക്കും പാപം വലുതും ചെറുതും ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പാപം വലുതും ചെറുതും ഉണ്ട്, കുറ്റം വലുതും ചെറുതും ഒക്കെ തന്നെയാണ്. അതിനനുസരിച്ച ശിക്ഷ. അപ്പോൾ ആ ശിക്ഷണ നടപടി ഇതൊക്കെ വിശദീകരിക്കാൻ ഞാൻ ഇനി നേരെ ഇസ്രയേലിലെ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. ഇസ്രയേലിലെ ന്യായാധിപ കോടതി, ആ കോടതിയുടെ പേര് സന്നിദ്രീൻ എന്നാണ്. സന്നിദ്രീൻ. ഈ സന്നിദ്രീനിൽ 71 അംഗങ്ങളാണ്. 70 കൂട്ടിയാൽ മതി, ഒരാള് മഹാപുരോഹിതനാണ്. അപ്പോ ആകെ സന്നിധിയിലുള്ള അംഗങ്ങളുടെ എണ്ണം, സന്നിധിയിലെ അംഗങ്ങളുടെ എണ്ണം 70. അതുകൂടാതെ 71ാമനായിട്ട് മഹാപുരോഹിതനും ഉണ്ടാവും. മഹാപുരോഹിതനാണ് അന്തിമ വിധി പറയുന്നത്. ലേവ്യ നിയമം നന്നായി അരച്ച് കലക്കി കുടിച്ച 70 പേര്, ആ 70 പേർക്കൊപ്പം കുറ്റവാളിയെ കൊണ്ടുനിന്നു. 70 പേർ കുറ്റപത്രം വായിച്ചു കേട്ടാലുടൻ മഹാപുരോഹിതന്റെ വലതുവശത്തും ഇടതുവശത്തുമായി നിൽക്കും. കുറ്റവാളി നടുക്ക്. ഇടതുവശത്തുള്ളവര് ക്രോസ് വിസ്താരം ആരംഭിച്ചു. അത് ചെയ്തോ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റത്തിന്റെ ഗൗരവം ന്യായപ്രമാണ പ്രകാരം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മഹാപുരോഹിതനോട് പറയും, പ്രഭു, ഈ മാരക ശിക്ഷ നിമിത്തം ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അത് മോശയുടെ ന്യായപ്രമാണം കൃത്യമായി പറയുന്നു, ഇവനെ കല്ലെറിയാൻ. അപ്പോൾ പുരോഹിതൻ വലതുവശത്തേക്ക് നോക്കും. വലതുവശത്ത് നിൽക്കുന്നവർ പറയും, അപ്പോ ഈ കേട്ട വാദം ഗൗരവത്തിലെടുക്കാൻ കഴിയാത്ത ചില തടസ്സങ്ങളോടുണ്ട്. ഒന്നാമത്തെ കാര്യം, സാക്ഷിമൊഴി ദുർബലമാണ്.
ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഇവൻ ഈ കുറ്റം ചെയ്തു തെളിയിക്കാൻ അത്ര കൃത്യമായൊരു തെളിവല്ല. നമ്മൾ കല്ലെറിഞ്ഞു കൊല്ലുക വഴി ഒരു മനുഷ്യന്റെ ജീവൻ കളയുകയാണ്. അതുകൊണ്ട് ഇവനെ അങ്ങനെ കൊല്ലാൻ പറ്റൂ? അവന് ഭാര്യയുള്ളത്, അവന് മക്കളും അപ്പനും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഒരു കരുണ അവനോട് കാണിക്കണം. പിന്നെ ഇനി ഞാൻ ചെയ്തെങ്കിൽ വേറൊരു വഴി പറയാം. സങ്കേത നഗരമുണ്ടല്ലോ, അവൻ അങ്ങോട്ട് ഓടിപ്പോട്ടെ, എന്നിട്ട് അവിടെ പോയി പാർക്കട്ടെ. മറ്റാർക്കും ശല്യമില്ലാതെ ഒറ്റയ്ക്ക് അവൻ അവിടെ പാർത്ത് കഴിയും. നമുക്ക് നോക്കാം. ഈ വലത്തുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പ്രതിയോടുള്ള ഒരു സിമ്പതി, വലത്തുവശത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത്, ഇടതുവശത്ത് നിൽക്കുന്നവർ ചെയ്യുന്നത് നിയമത്തിന്റെ തലനാഴിഴ കീറി വ്യാഖ്യാനിച്ച് എങ്ങനെ പ്രതിയെ കല്ലെറിയാം. വലതുവശത്ത് നിന്ന് ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു പൊഴുതിലൂടെ ഇവനെ ഒന്ന് രക്ഷിക്കണം. ഇതാ കോടതിയുടെ രീതി. അതിപ്പോ 70 പേര് വേണ്ട, അവൈലബിൾ മെമ്പേഴ്സ് മതി. ഇനി 20 പേരെ ഉള്ളൂ, 10 തിരിയണം. നിയമമാണ്. ഈ നീതി കിട്ടാതെ പോയ ഒരു കോടതി നമ്മുടെ കർത്താവിനെ വിധിച്ചതാണ്. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. പിന്നെ കേട്ടത് സ്തെഫാനോസിനെ വിധിച്ച കോടതിയിൽ സാക്ഷിമൊഴി പോലും എടുത്തില്ല. ഇനി സാക്ഷികളെ കൊണ്ട് എന്തൊരാവശ്യം? പുരോഹിതൻ വസ്ത്രം കീറി അരിശപ്പെട്ട് കല്ലെടുത്ത് ന്യായത്തേറ് പുരോഹിതന്റെയാണ്. പിന്നെ എറിയാൻ ആളുകൾ കാത്തു നിൽക്കുക, അവരൊക്കെ എറി. അപ്പോൾ വലതുവശത്ത് ഈ സ്തെഫാനോസ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരാളെ കാണുന്നില്ല. ഏറുകൊണ്ട് മുട്ടുകുത്തി സ്തെഫാനോസ് താഴെ വീണിട്ട് ഉയരത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ ഒരു കാഴ്ച. തുറക്കപ്പെട്ട സ്വർഗം. അവിടെ പിതാവിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു. സ്തെഫാനോസിന് സന്തോഷമായി. പുത്രൻ എന്ന സ്ഥലം അറിയോ? പിതാവിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത്. എന്തിനാ? ഈ ലോകത്തിന്റെ വലത്തുഭാഗത്ത് എന്റെ നീതിക്ക് വേണ്ടി പോരാടാൻ ഒരാളെയും കാണാതെ പോയപ്പോ സ്വർഗീയ കോടതിയുടെ വലത്തുവശത്ത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിച്ച് കാത്തു നിൽക്കും. സ്തെഫാനോസ് വേദന വന്നു. കാരണം പ്രാർത്ഥന എത്തേണ്ടവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ഉപവാസയോഗം കൂടിയാണ്. സഹോദരങ്ങളെ, ലോകം പലപ്പോഴും അതിന്റെ നീതി നമുക്ക് നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ട 100 സന്ദർഭങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി, പ്രമോഷൻ, അഡ്മിഷൻ, നിങ്ങൾക്ക് കിട്ടിയ ഭൂമി, അതിനുമായി ബന്ധപ്പെട്ട വിളവെടുപ്പ്, പലയിടങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ സംസാരിച്ച് സഹായിക്കാനെങ്കിലും ഒരു ശബ്ദം കേൾക്കാതെ, ഒരാളെ കിട്ടാതെ പതറി ഒതുങ്ങിയിരിക്കുമ്പോൾ ഒരു കാര്യം നോക്കുക, തുറക്കപ്പെട്ടൊരു സ്വർഗം. അതിന്റെ വലത്ത് ഭാഗത്ത് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ അവിടുന്ന് നമുക്ക് വേണ്ടി ഇന്റർസെസറി പ്രയർ, ഒരു മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നു. ഇനി നമുക്ക് ദാവീദ് പറയുന്നുണ്ട്, വലത്തോട്ട് നോക്കി കാണണമേ, സഹായിപ്പാൻ ആരുമില്ല. നമ്മളിവിടെ ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു, ആരുമില്ലാത്തൊരവസ്ഥ. കുറ്റവാളിയാണ്, കുറ്റം ചെയ്ത മനുഷ്യരോട് യേശുവിന്റെ ചില സമീപനങ്ങൾ കൂടി പറഞ്ഞു. ഞാൻ ഈ നീതീകരണം എന്ന വിഷയം വ്യക്തമാക്കാം. അപ്പോൾ അതിന്റെ ആഴമേറിയ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവും. യേശു അഭിമുഖീകരിച്ച ചിലരിലേക്ക് വരാം. നമുക്കറിയാം, യേശുവിന്റെ കാലത്ത് ഈ തൊഴിലുകളെല്ലാം മാന്യമായി. തൊഴിൽ അന്നും ഇന്നും ഒക്കെ മാന്യമാണ്. ചിലതരം തൊഴിൽ എന്തോ കുഴപ്പമുള്ളതാണ് എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. ഇന്ന് മലയാളിയുടെ ബോധമാണ്, പാശ്ചാത്യർക്ക് അങ്ങനെ നയിക്കും. തൊഴിലെല്ലാവർക്കും മാന്യമാണ്. അതുകൊണ്ട് തൊഴില് പേരിന്റെ കൂടെ സ്വീകരിക്കുന്ന പതിവ് അവർക്കുണ്ട് കുടുംബപരമായിട്ട്. നമ്മുടെ നാട്ടില് സുവിശേഷം അറിയിക്കാൻ വന്ന റോബർട്ട് എഫ് കുക്ക്, പേരിന്റെ ഉള്ളിൽ കുക്കെന്നാണ്. SR ഡ്രൈവർ,
അങ്ങനെ ഒരു തിയോളജിയൻ, ബ്ലാക്ക് സ്മിത്ത്, ഇങ്ങനെയൊക്കെയുള്ള പേരിനൊപ്പം സ്വീകരിക്കാൻ ഒരു മടിയും അവർക്കില്ല. അതേതോ കുറഞ്ഞ കാര്യമായിട്ട് അവർക്ക് തോന്നില്ല. ഇതുപോലെ ഇസ്രയേലിലും അങ്ങനെയാണ്. നമ്മുടെ കൂടെ നേരെ തിരിച്ചാണ്. നമുക്ക് ഒരു തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തോ കുറഞ്ഞു പോയി എന്നൊരു ധാരണ. തൊഴിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിൽ പ്രത്യേക മാന്യത നമ്മുടെ നാട്ടിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പയ്യന് പണിവല്ലോ ഉണ്ടോ? ഒരു ജോലി, അവന്റെ കല്യാണവും പെട്ടെന്നാണ്, ഒരു പ്രശ്നവും ഇല്ല. പണിയില്ലാത്തവർക്ക് കൊല്ലാത്ത ഡിമാൻഡുള്ളൊരു നാടാണ് ഇവിടെ കേരളം. അതുപോട്ടെ, ഞാൻ ഒത്തിരി അത് പറഞ്ഞു വിമർശിക്കുന്നില്ല. ഏതായാലും പാലസ്തീനിൽ ഇസ്രായേൽ യേശുവിന്റെ ഒക്കെ കാലത്ത് തൊഴിലെല്ലാം മാന്യമായിരുന്നു. 3 തൊഴിൽ ആക്ഷേപിക്കപ്പെട്ടു. എല്ലാ തൊഴിലും കൊള്ളാം, 3 തൊഴിൽ കൊള്ളു. ഒന്ന് ഇടയന്റെ ജോലിയാണ്, 2 ചുങ്കം പിരിക്കുന്നവന്റെ ജോലിയാണ്, 3 വേശ്യവൃത്തിയാണ്. അതിൽ ഒടുവിൽ പറഞ്ഞ കാര്യം ഒരു വിശദീകരണം വേണ്ട, പരിഷ്കൃത സമൂഹമൊക്കെ അത് മോശമായിട്ടാണ്. ബാക്കി 2 പ്രധാനമാണ്. അതിലൊന്ന് ഇടയന്റെ തൊഴിലാണ്. അത് നമുക്ക് ഇന്ന് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് അതും വിടും. പക്ഷേ അടുത്തൊരെണ്ണം ആവശ്യമാണ്, ചുങ്കം പിരിക്കുക. അന്ന് മനുഷ്യനും നികുതി പിരിക്കുക. പിറന്നു വീണു, ആ കാരണത്താൽ നികുതി അടക്കണം. അത് ഭയങ്കര രസാവഹാണ്. അതിനാണ് യേശു കർത്താവ് തനിക്കും നമ്മുടെ പത്രോസിനും കൂടെ ഉള്ള നികുതി മത്സ്യത്തിന്റെ വായിലൊരു ദ്രഹ്മപ്പണമുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടയിട്ട് പിടിച്ച് അതുകൊണ്ട് കൊടുക്കും. മനുഷ്യർക്കെല്ലാം നികുതി അടക്കണം. അങ്ങനെ ഒരു രീതിയുണ്ട്. ഈ നികുതി എത്ര അടച്ചാലും തീരില്ല. പക്ഷികളുടെ മുട്ടയ്ക്ക്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുപക്ഷിയുടെ മുട്ടയ്ക്ക് നികുതി കൊടുക്കണം, പിടിക്കുന്ന മത്സ്യത്തിന് നികുതി കൊടുക്കും. ഒരു വലിയ ശല്യമാണ്. അങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ ഈ ചുങ്കക്കാരെ വീട്ടിൽ വരും. എന്നിട്ട് പിതാവെല്ലാം എടുത്തിട്ട് പറയും, അടക്കാൻ പറ്റില്ല, അടക്കണേ, ക്യാഷ് അടക്കണം, ഇത്ര രൂപയാണ്. ഉടനെ വീട്ടിലെ മക്കള് അടച്ചിട്ട് പറയും, എന്നാലും തീർന്നില്ല. അപ്പോ ഒരു മകന് തേക്കും. ഇവൻ അടുത്ത ആഴ്ച ചന്തയിൽ ചെല്ലുമ്പോൾ ഇവര് ചന്തയുടെ പരിസരത്ത് കാണും. ചുരുക്കത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ടൈപ്പാണ് ഈ ചുങ്കക്കാർ. വെട്ടിപ്പാണ്. അങ്ങനെ വെട്ടിച്ച് ജീവിക്കുന്നുണ്ട്. അതിന്റെ സക്കായി പറയുന്നത്, ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ട് 5 ഇരട്ടി കൊടുത്തേക്കാം. മനസ്സിന്റെ ആ രീതിയല്ലേ ഇവർ വലിയ ആക്ഷേപിക്കപ്പെടുന്നു. യേശുവിന്റെ ഇഹലോക ജീവിതത്തിലെ ഇടപാടിൽ ചുങ്കക്കാര് ധാരാളം, ചുങ്കക്കാരും പാപികളും അവന്റെ കൂടെ ധാരാളം. നിങ്ങൾ എവിടെങ്കിലും കണ്ടോ യേശു ചുങ്കം പിരിക്കുന്ന ഒരുവനെ ആക്ഷേപിച്ച് കളിയാക്കുന്നു? ഒരു പ്രസംഗം യേശുവിന്റെ കണ്ടു? ഒറ്റ പ്രസംഗം ഇല്ല. മത്തായി എന്നൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരുന്നിരുന്നു. യേശുവിനെ കളഞ്ഞിട്ട് വാ കൂടെ കൂടി വരുന്ന വഴിക്ക് പറഞ്ഞ, മത്തായി ഇത്തരം നാളെ ചെയ്ത് മോശമായി, ഈ തൊഴിലും മോശമാണ്, ഈ തെരഞ്ഞെടുത്തത് എനിക്ക് ഭയങ്കര ദുഃഖമായി, ഇതൊന്നും ചെയ്തില്ല. യേശു അതുപോലെ തന്നെ ഒരു മോശപ്പെട്ട സ്ത്രീയോട് സംസാരിക്കുന്നു. നമ്മുടെ സാമരിറ്റൻ വുമൺ. അവളോട് എന്തെങ്കിലും പറഞ്ഞ് അവകാശിച്ചോ? അവളുടെ ജീവിതത്തിലെ ഒരു കുറവ് പറഞ്ഞു കൊടുക്കാൻ, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ലെന്ന് പറയാൻ എടുത്ത സന്ദർഭം നിങ്ങൾ കണ്ടു. ആരും ആ സ്ഥലത്തില്ല. ഇവിടെ കർത്താവ് അങ്ങനെയാണ്. ഇവിടെ കുറ്റങ്ങൾ പറയും നമ്മോട് മാത്രം. അപ്പോൾ ഇവരെ ആരെയും വിമർശിക്കുന്നില്ല, മറിച്ച് യേശുവിന്റെ സാന്നിധ്യം ഇവരെ പാപബോധമുളവാക്കിയിട്ട് പിന്നെ ഒരിക്കലും ആ ജീവിതത്തിലേക്ക് പോകാതെ പുതുമനുഷ്യരാക്കി മാറ്റി. അതാ സുവിശേഷത്തിന്റെ പവർ. തന്നോടിവരെ യേശു ചേർത്ത് പിടിച്ച്, പരിശുദ്ധനായവൻ, സ്വർഗമഹിമ വെടിഞ്ഞ് ദാനഭൂമിയിലേക്ക് വന്നവൻ, കേവലം ഒരു ചുങ്കക്കാരൻ, ഒരു പാപിയായ സ്ത്രീയെ, ഒരു മോശപ്പെട്ട മനുഷ്യനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച്, ഞാൻ ഇവന്റെ കൂടി കർത്താവാണ്, ഇവന്റെ കൂടി പാപത്തിന്റെ പരിഹാരം എന്റെ പക്കലാണുള്ളതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ നീതീകരണം. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, ഈ സ്ത്രീയെ എന്തിനായി കൂടെ കൂട്ടി, അല്ലെങ്കിൽ എന്തിനാണ് ഈ മത്തായിയെ കൂടെ കൂട്ടി? ഉത്തരം ഒന്നേ ഉള്ളൂ, യേശു അവനെ തിരഞ്ഞെടുത്തു. ഒറ്റക്കാര്യം. യേശു പറഞ്ഞിട്ടാ അവൻ അവിടെ ഇരിക്കുക. നമുക്ക് അവനോട് ഞാൻ ചോദിക്കാം, നിനക്ക് നാണമില്ല ഈ കൂടെ വന്നിരിക്കാൻ? നീ എന്തൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം.
നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഇത് പരിശുദ്ധനായവന്റെ സന്നിധിയാ. നീ എവിടെ പോയി ഇരിക്കണം? നിനക്ക് എന്താ റൈറ്റ്? അവൻ ഞാൻ ആരുടെ ഔദാര്യം കൊണ്ട് വന്നല്ല, ഇരുത്തേണ്ടവൻ എന്നെ ഇവിടെ ഇരുത്തി, വിളിക്കേണ്ടവൻ എന്നെ വിളിച്ചു, അവന്റെ ശബ്ദമാണ് എന്നെ ഇവിടെ കുത്തിവരുത്തിയത്. ചുരുക്കത്തിൽ നീതീകരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്തു പോയ കുറ്റം അതിന് കുറ്റമാണെന്ന് കൂടി തിരിച്ചറിഞ്ഞിട്ട് ആ കുറ്റത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ, ആ കുറ്റനിമിത്തം നമ്മെ വിചാരണ ചെയ്യാതെ, കുറ്റവാളി എന്ന് കണ്ടിട്ട് കുറ്റം തിരിച്ചറിഞ്ഞ വിധി പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ടയാൾ ആ കുറ്റത്തിന്റെ പ്രായശ്ചിത്തം സ്വയം കൊടുത്തു തീർത്തിട്ട് നമ്മെ തന്നോട് ചേർത്ത പ്രക്രിയ, അതാണ് നീതീകരണം. നീതീകരിച്ചു അവൻ നമ്മളെ. നീതീകരിച്ചു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഇവിടെ, നിങ്ങള് ഒരു നിയമം ലംഘിച്ചു. നിയമം ലംഘിക്ക് ആ നിയമത്തിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റും. നിങ്ങൾ എത്ര കൺഫസ് ചെയ്താലും കോടതിക്കുള്ളിൽ നിൽക്കേ, കോടതിക്ക് കുറ്റത്തിന്റെ ശിക്ഷയൊക്കെ ലഘൂകരിച്ച് തന്നേക്കാം. പക്ഷെ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റും. ശിക്ഷ അനുഭവിക്കാതെ തത്തുല്യ ശിക്ഷ കർത്താവ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് നൽകിയ വിമോചന പ്രക്രിയയാണ് നീതീകരണം. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ തിരുവെടുത്തുനിന്ന് തരാം. മറ്റൊരു ഉദാഹരണം, നമ്മുടെ മുടിയനായ പുത്രൻ, അവൻ അപ്പന്റെ അരിയിൽ നിന്ന് പോയി അതിക്കുള്ളതെല്ലാം കൊണ്ട് നശിപ്പിച്ചു. എല്ലാ നിലയിലും അതപ്പതിച്ച ജീവിതം നയിച്ചു. അവനെ കൊണ്ട് അപ്പന് യാതൊരു പ്രയോജനവും ആ ജീവനാന്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അവനൊരു ബാധ്യതയായി, അവൻ സമൂഹത്തിന്റെ പ്രശ്നമായി. അവന് ഇനി ജീവിച്ചുകൂടാ. ആ മനുഷ്യൻ മടങ്ങി. അപ്പന്റെ വേലക്കാരിൽ, കൂലിക്കാരിൽ ഒരുവനായിട്ട് തന്നെ പറയും. 3 തരം സേവനമുണ്ട് ഇസ്രായേലിൽ. ഒന്ന് ബാല്യക്കാരനാണ്, 2 വേലക്കാരനാണ്, ഇനി ഒരാൾ കൂലിക്കാരനാണ്. ബാല്യക്കാരൻ ഒരു യജമാനനൊപ്പം ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ ജീവിക്കുന്ന ആളാണ്. യജമാനന്റെ അടുത്ത് വലിയ സ്വാതന്ത്ര്യം, വലിയ സ്വീകാര്യത ഒക്കെ ഉള്ള വ്യക്തിയാണ്. വേലക്കാരനിലേക്ക് വന്നാൽ മാസശമ്പളം പറ്റുന്ന അവിടുത്തെ ജീവനക്കാരൻ. കൂലിക്കാരൻ അങ്ങനല്ല, ഡെയിലി വേജസ് ആണ്, ഭക്ഷണം കഴിക്കുക, ജീവിക്കാത്തത്. അവൻ ആഗ്രഹിച്ചത് ഭക്ഷണം കഴിക്കുക, ജീവിക്കുക. ആ ചെറിയ ആഗ്രഹത്തോട് അപ്പൻ്റെ അരികിൽ അവൻ കണ്ടിട്ടുണ്ട് കൂലിക്കാർ ഭക്ഷിക്കുന്നത്, സന്തോഷം അനുഭവിക്കുന്നത്, ജോലി ചെയ്യുന്നത്. ആ സന്തോഷം മതി. അനർഹനായ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് അവന്റെ കയ്യിൽ മുദ്രമോതിരം അണിയിച്ചിട്ട് പുതിയ മേലങ്കി ധരിപ്പിച്ചിട്ട് അപ്പന്റെ പദവിയുടെ, അപ്പന്റെ സ്ഥിതിഗതികളുടെ, അപ്പന്റെ സ്റ്റാറ്റസിന്റെ ഒരു ഭാഗം അവനും കൊടുത്ത് അവനെ അടിമുടി മാറ്റുന്നൊരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്. നീതീകരിച്ചു അവന്റെ കുറ്റത്തെ, ജസ്റ്റിഫൈ ചെയ്തു അവന്റെ കുറ്റത്തെ. ഇത് റോമർക്ക് ലേഖനം എഴുതി സെയിന്റ് പോൾ സ്ഥാപിക്കുകയാണ്. ഞാൻ പറഞ്ഞു 39 തവണ പൗലോസിന്റെ ലേഖനങ്ങളിൽ നീതീകരണം എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുവഴിയെല്ലാം പൗലോസ് ലീഹ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം, അല്ലയോ റോമക്കാരെ, അല്ലയോ കൊരിന്ത്യരെ, അല്ലയോ ബേശരെ, നിങ്ങൾ പണ്ട് സ്വാഭാവികമായി ജാതികളായിരുന്നു. നിങ്ങൾ പണ്ട് പാഗനിസം, ജാതീയതയുടെ തെറ്റായ ജീവിതചര്യകളിലൂടെ പോയവരായിരുന്നു. നിങ്ങൾ പണ്ട് വിഗ്രഹാരാധനയുടെ മ്ലേച്ഛ വഴികളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു. കരുണാസമ്പന്നനായ ദൈവം നിങ്ങളെ തിരഞ്ഞണഞ്ഞ മഹാസ്നേഹം നിങ്ങളുടെ പാവങ്ങളെ പൊറുത്തിട്ട് ഒരു പുതുമനുഷ്യനായി തീരത്തക്ക വിധം നിങ്ങൾക്ക് ഉളവാക്കി തന്ന ആ സൗജന്യം, അതാണ് നീതീകരണം. അതായത് കൊടും കുറ്റവാളി കോടതി മുറിക്കുള്ളിലേക്ക് വരിക. അവൻ വരുമ്പോഴേക്കും അവന്റെ കുറ്റത്തിന്റെ പ്രായശ്ചിത്തം എത്രയോ ആ പ്രായശ്ചിത്തം അതേപടി അടച്ച് അവനെ റിലീസാക്കി കൊടുക്കാൻ ഉടമ എടുക്കുന്ന ആ മാനസികാവസ്ഥ, ആ പ്രക്രിയ, അവിടെ നടമാടിയ ആ സംഭവ വികാസത്തിന്റെ പേരാണ് നീതീകരണം. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ അതിഗൗരവമായി ഈ കാര്യം പറയുന്നത്. ഒന്നാമതായിട്ട് ഈ എന്താ പറയുക, നീതീകരണത്തിന്റെ എബ്രായ പദം സദക്ക് എന്നാണ്. സദക്ക്, നമ്മള് യാത്രാമധ്യക്കണില്ലേ മുസ്ലിം പള്ളിയുടെ മുമ്പില് സദക്ക ആപത്തുകളെ തടയും എന്നൊരു പ്രയോഗം.
അതൊരുതരം വഴിപാടാണ്. അതായത് കാണിക്ക കൊടുക്കുന്ന ഒരു പ്രക്രിയ. ഇതിൽ ഒത്തിരി പദങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ജസ്റ്റിഫൈ ചെയ്യുക എന്നതിന് ഹീബ്രുവിലും കിടക്കുന്നത് സദക്ക. സദക്ക. ഇതേപോലെ ഗ്രീക്കിലൊക്കെ വന്നാല് മറ്റൊരു പദമാണ് ഡിയാക്കലോ. അപ്പൊ ഡിയാക്കലോടെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞില്ല. DIKALO, ഡിയാക്കലു. ഇതിന്റെ അർത്ഥം ശരിക്കും ഇതൊരു ഫോറൻസിക് ടേമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പദം പഠിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഖണ്ഡം, അതായത് വിധിക്കുക, എതിരെ വിധിക്കുക, എതിരെ വിധി കൽപ്പിക്കുക, ഖണ്ഡം ചെയ്യുക, അവനെ കുറ്റവാളി എന്ന് വിധിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ ഡയാക്കലു. അതിന്റെ അർത്ഥം അവനെ വെറുതെ വിടുക. അപ്പോൾ ആദ്യം പറഞ്ഞതിനേക്കാൾ രണ്ടാമത്തെ പദത്തിന് വന്ന ഓപ്പോസിറ്റ് അർത്ഥം മനസ്സിലായി. അവനെ വെറുതെ വിടുക, ഡയാക്കലു, അവനെ വെറുതെ വിടുക. ആദ്യം പറഞ്ഞത് അവനെ ഖണ്ഡം ചെയ്യുക, അവനെ നശിപ്പിക്കുക, അവൻ നശീകരണം ചെയ്യുക, ഉന്മൂലനം ചെയ്യുക, ജയിലിലടയ്ക്കുക, കുറ്റവാളി എന്ന് വിധിച്ചുകൊണ്ട് അവനെ ക്രൂശിക്കുക. ഈ പ്രയോഗത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് സദക്ക അല്ലെങ്കിൽ ഡയാക്കലു. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടാൽ അത് നീതിയല്ല. അതുകൂടി മനസ്സിലാക്കാം. കുറ്റം ചെയ്തതിനെ വെറുതെ വിട്ടാൽ നീതിയാവും? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് കുറ്റവാളിയെ നമ്മൾ സംരക്ഷിക്കുന്നത്. വേറൊരു കുറ്റമാണ്, നമ്മളുള്ള ജയിലിൽ പോകും. അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നാട്ടിൽ വലിയ കൊള്ള ചെയ്തിട്ട് ഓടി വന്ന് നമ്മുടെ കൂടെ താമസിക്കുകയാണ്. പോലീസ് തിരക്കി ഇവിടെ വന്നപ്പോൾ ഞാൻ പറയാ, എനിക്കറിയത്തില്ല സാറേ, ഇവൻ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും കാര്യമില്ല. എന്നെ കൂടി അറസ്റ്റ് ചെയ്യും. എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ കോടതിയിൽ സ്ഥാപിച്ചെടുക്കണം. ഞാൻ കള്ളമാണോ നേരാണോ പറയുന്നത് അറിയില്ലല്ലോ. അത് കോടതിയിൽ സ്ഥാപിച്ചെടുക്കണം. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കാണാൻ പോകുന്ന കാര്യം എന്താ? കുറ്റം ചെയ്തവനെ, പാപിയെ, പാപിയല്ലെന്ന് പറയല്ല, കുറ്റമില്ലെന്ന് പറയല്ല, മറിച്ച് അവരിൽ കുറ്റമുണ്ട്. ആ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുക്കല്ല, ഫ്രീ ആയിട്ട് അതിന് പെനാൽറ്റി കൊടുക്കുക. അതായത് ഒരു കള്ളൻ മോഷ്ടിച്ചു, ആ പോട്ടേന്ന് വെക്കുന്നതല്ല, ആ പോക്കോട്ടെ, അവൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ എടുത്തോളാനും പറയുക. നീ ഇപ്പോൾ ചെയ്തതൊരു കുറ്റമാണ്. ആ കുറ്റത്തിന് തക്ക ശിക്ഷ ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പെനാൽറ്റി തന്നുകൊണ്ട് നിന്നെ വെറുതെ വിടും. അപ്പോൾ ഇവനിൽ ഉളവായി വരുന്ന പശ്ചാത്താപ വിവശമായ മനസ്സാണ്. അവൻ എന്ത് പറയും? അയ്യോ വേണ്ട, നീ ഒരു നീതിമാനാണ്. ഞാൻ ചെയ്ത കുറ്റത്തിന് നീ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? നീ ഒരു നീതിമാനാണ്. കാൽവറിയിൽ ഇതാണ് സംഭവിച്ചത്. നമ്മളാരും നീതിമാന്മാരായിട്ട്, പാപിയായ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാൽവരുടെ കൊലമരത്തിൽ യേശു ശിക്ഷ സഹിച്ചപ്പോൾ ഞാനും നിങ്ങളും കരയുന്ന എന്തിനാണെന്ന് അറിയണ്ടേ? കർത്താവേ, പാപിയായ എനിക്ക് വേണ്ടി പാപമറിയാത്ത നീ ഈ ശിക്ഷ ഏറ്റെടുത്തപ്പോ അതാണ് നീതീകരണം. നീ എന്നെ സാത്താന്റെ മുമ്പിൽ നീതീകരിച്ചുകൊണ്ട് പറയുകയാണ്, പിശാചേ, നീ പറഞ്ഞ ശരിയാണ്, നീ പറഞ്ഞത് കുറ്റവാളിയാണിവൻ, പക്ഷേ എന്റെ രക്തം ഞാൻ അഡ്വാൻസ്ഡായി വിലയായി അവന് വേണ്ടി നൽകിയപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടു. അവന്റെ പാപത്തിന്റെ കുറ്റം അവനോട് ക്ഷമിച്ചു. ഈ പ്രക്രിയയാണ് ജസ്റ്റിഫിക്കേഷൻ. ഈ ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അത് വളരെ എളുപ്പമാണ്. റോമാലേഖനത്തിലെ വിഷയം തന്നെയാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ത്രൂ ഫെയ്ത്ത് ആണ്. വിശ്വാസത്താൽ അത് കിട്ടും. എന്താണ് വിശ്വാസത്താൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതും പഠിക്കാനുമാണ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം. ഈ പൊളിറ്റീഷ്യന്മാരെ നമ്മളോട് ഓരോ കാര്യം പറഞ്ഞു, അത് നടപ്പിലാക്കാനുള്ള അവരുടെ ഇച്ഛാശക്തിയെ ആശ്രയിച്ച നമ്മളാരെ പറഞ്ഞ കാര്യം വിശ്വസിക്കും. ആരും, ഏതൊരാൾ. അപ്പോൾ ഇന്നൊരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ 4-5 മക്കളുണ്ട്. അപ്പൻ പറയാണെടാ, നിങ്ങൾ 3-4 ആൺകുട്ടികളാണ്, ഇവിടെ നിന്റെ 2 പെങ്ങന്മാർ വളർന്നു നിൽക്കുന്നു, അവരെ വിവാഹം കഴിപ്പിച്ചേ. മൂത്ത ആള് പറയാണ്, പപ്പ ഞാൻ 1.5 ലക്ഷം രൂപ തന്നു. അത് പപ്പ പറയുന്ന സമയത്ത് തന്നെ എല്ലാവരും പറയേണ്ടി വരും. പപ്പ എല്ലാരെയും പക്ഷെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചത് നിരന്തര അനുഭവം കൊണ്ട്. പപ്പായ്ക്ക് പല അറിവുണ്ട്. ഈ പറച്ചിലല്ലാതെ ഇതിനൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ വിശ്വസിക്കണമെങ്കിൽ ഈ ആള് ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. ഈ വിശ്വാസം അർപ്പിച്ച ആളായിരിക്കും. വിശ്വസനീയൻ എന്ന് തെളിയിച്ച ആളായിരിക്കും. എങ്കിലേ വിശ്വസിക്കും. പല കാര്യങ്ങളും അങ്ങനെയാണ്. കുട്ടികളുടെ തെറ്റൊക്കെ ചെയ്തിട്ട് അവര് കുറ്റം തെളിയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇവനെ അപ്പോൾ പറയുന്ന വാക്കിനെ ആധാരമാക്കിയല്ല ശിക്ഷിക്കുന്നത്. അവൻ ജീവിതത്തിൽ ആകെ ഇടപെട്ട വഴികളെ കുറിച്ച് ചിന്തിക്കും. ഇവൻ പതിവായി നുണ പറയാറുണ്ടോ? പലവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് അപ്പനൊരു തീരുമാനത്തിലെത്തുന്നത്. പല ഘടകങ്ങളെ ആധാരമാക്കിയാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ച്
അപ്പനെ കുഞ്ഞ് വിശ്വസിക്കാതിരിക്കും. കുഞ്ഞ് പറയാണ് ഇങ്ങനൊരു കാര്യം അത് ചെയ്തു തരാം. അപ്പയാണ് അവനൊരു കാര്യം അറിയുന്നത്, അപ്പയോടാണ് പറഞ്ഞത് അത് നടക്കും. അല്ല മമ്മി ചിലപ്പോ പറയുന്നത്, അമ്മ ചിലപ്പോ പറയുന്നത് എന്നോട് ചോദിക്കണ്ട, അപ്പയോട് ചോദിച്ചു. കാരണം അപ്പയുടെ കയ്യിലാണ് പണമുള്ളത്. പണമുണ്ട്, സാധ്യതയുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്. അപ്പൊ ഒറ്റ കാര്യം കൊണ്ടാ താമസിക്കുന്നത്, ഇവനിത് ആവശ്യമുണ്ട്. അതെ, ആവശ്യമുണ്ടെങ്കിൽ പണം ഇല്ലെങ്കിലും അത് ഉണ്ടാക്കിക്കൊടുക്കും. അത് ഉണ്ടാക്കുന്ന വഴി കഠിനമായിരിക്കാം, പക്ഷെ ആവശ്യം ബോധ്യപ്പെട്ടാൽ അപ്പ കൊടുക്കാൻ തയ്യാറ്. ഇതുപോലെ സ്വർഗത്തിലെ അപ്പൻ ഒരാവശ്യം ബോധ്യപ്പെട്ടു നമ്മെ കുറിച്ച്. ആവശ്യം ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി അയച്ചു തന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിട്ട് അവനെ പാപയാഗമാക്കി തീർത്തിട്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ തന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുത്തിക്കൊണ്ട് ഇന്നും ആ പ്രക്രിയ തുടരുമ്പോൾ ഞാൻ അവനിൽ അർപ്പിച്ച വിശ്വാസം, എന്റെ കർത്താവിന് അത് സാധിക്കും എന്നുള്ള വിശ്വാസം, ഈ പ്രാർത്ഥനയുടെ 1-ാം ദിവസം വന്നിരിക്കുന്ന നമ്മളൊരു കാര്യം അറിയേണ്ടത്, നമ്മുടെ ആവശ്യഭാരങ്ങളെ കൃത്യമായി ഏറ്റെടുത്ത് പിതാവിന്റെ അരികിൽ എത്തിക്കാൻ കഴിയുന്ന സന്നദ്ധതയുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആശങ്ക വേണ്ട. അവനിലൂടെ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എന്റെ കുറ്റകൃത്യങ്ങൾ, എന്റെ പാപങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ട് പരിഹരിക്കാൻ കഴിയുന്ന അതാണ് സുപ്രധാനമായ കാര്യം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഒരു പോലീസിന്റെ അരികിൽ അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യക്കാരനെ തിരയുന്നത്? ജാമ്യക്കാരനെ തിരയാൻ കാരണം ജാമ്യക്കാരൻ ജാമ്യം നിൽക്കാൻ യോഗ്യനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നെങ്കിൽ, അയാളുടെ പക്കലെ പേപ്പറുകൾ കറക്റ്റ് ആണെന്ന് ബോധ്യം വന്നെങ്കിൽ അകത്ത് കിടക്കുന്നവന് റിലീസ് ചെയ്യാൻ പറ്റും. ഈ പേപ്പറുകൾ കറക്റ്റ് ആയിരിക്കും. ഇവൻ പുറത്ത് ചാടി തടവിയാടി പോകാൻ പാടില്ല. നിശ്ചിത കാലം കഴിഞ്ഞ് കോടതി വീണ്ടും വിളിക്കുമ്പോൾ വരേണ്ടവനാ. എന്താണ് ഇതിന്റെ ആധാരം എന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കാരണം ഈ വ്യക്തിയിൽ അർപ്പിച്ച വിശ്വാസം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത, നാം അവനിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ആധികാരികത ഓർക്കുമ്പോൾ ഒന്ന് ഉറപ്പ് പറയാം. വിശ്വസിച്ചറിഞ്ഞ നാൾ മുതൽ ഇതുവരെ യേശു എനിക്ക് നല്ലവനായിരുന്നു പറയാൻ കഴിയുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. പല പ്രായത്തിലുള്ള ദൈവമക്കൾ ഇന്ന് വചനം കേൾക്കുന്നുണ്ട്, വ്യത്യസ്ത അളവിൽ ദൈവവചനം കേൾക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, സ്വീകരിച്ചറിഞ്ഞ നാൾ മുതൽ, പരിചയപ്പെട്ട നാൾ മുതൽ എനിക്ക് അവന്റെ സ്നേഹം മനസ്സിലായി, എന്റെ കരുതൽ മനസ്സിലായി, എന്നോടുള്ള ആത്മാർത്ഥത മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നവനിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്താൽ എനിക്ക് നീതീകരണമുണ്ട്. സ്തോത്രം. അപ്പൊ നീതീകരണം എന്നത് കേവലമായ ഒരു പ്രക്രിയ അല്ല, അത് നാച്ചുറലായി സംഭവിക്കുന്ന ഒരു കാര്യമില്ല. മറിച്ച് ഒരു പെനാൽറ്റി ഇതിനു വേണ്ടി ഓൾറെഡി അടയ്ക്കുന്നുണ്ട്. ആ കുറ്റത്തിന് തക്ക ഗൗരവത്തിന്റെ ആ തക്കതായ പെനാൽറ്റി അടയ്ക്കുന്നു. നമുക്ക് ചില വചനങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. നിങ്ങൾ ചില ഭാഗങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഞാൻ വായിക്കാം. ഞാൻ റോമർ 4:25 ഒന്ന് വായിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. വായിച്ചോളൂ. 4:25. നമ്മെ വിചാരിച്ചുകൂടെ ആകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് ആകയാൽ തന്നെ. ഓക്കെ, അവിടെ വളരെ കൃത്യമായി കാണുന്നു. മരിച്ചു, അടക്കപ്പെട്ടു. പാപത്തിനായി അവൻ മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തു. രണ്ട് പ്രക്രിയ നടക്കുക, ഡെത്ത് ആൻഡ് റിസറക്ഷൻ. മരണത്തിൽ പ്രായച്ചിത്തമാണെങ്കിൽ റിസറക്ഷനിൽ നീതീകരണം, ഉയർത്തെഴുന്നേൽപ്പിൽ നീതീകരണം. ചില വാക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ചോളൂ, ചില റെഫറൻസുകൾ കുറിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇനിയും പറയാം. 5:18 റോമർ. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെ 2 ലേഖനങ്ങളിലാണ് പൗലോസ് വിശ്വാസ നീതീകരണത്തിന്റെ ആഴങ്ങൾ ഊട്ടി ഉറപ്പിച്ചു പറയുന്നത്. റോമാലേഖനവും ഗലാത്യ ലേഖനവും. ഏകന്റെ അനുസരണക്കേടിനാ, ഏകനാരാണ്? ആദം.
ഏകന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിൽ പ്രവേശിച്ചവർ. ഏകന്റെ അനുസരണത്താൽ. ആരാണ് അനുസരണക്കേട് കാട്ടി? ഏകൻ. അത് ആദമാണ്. അനുസരണം കാട്ടി ഏകനോ? അത് നമ്മുടെ കർത്താവാണ്. കർത്താവിനെ വിളിച്ചു ഒടുക്കത്തെയാണ്. ആ മരണത്താ, ഏകന്റെ അനുസരണത്താ നീതീകരണം വരികയായിരുന്നല്ലോ. ലോകത്തെ നീതീകരിക്കായി, ജസ്റ്റിഫൈ ചെയ്യുക. അതിലേക്ക് വരാം. സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ആദം കേവലം ഒരു പഴം പറിച്ചു ഭക്ഷിച്ചു, ഹവ്വ കേവലം ഒരു പഴം പറിച്ചു ഭക്ഷിച്ചു. ഇതാണ് എത്ര വലിയ കാര്യം? അതിനാണോ മനുഷ്യനെല്ലാം ഇട്ട് ഈ കഷ്ടപ്പെടുന്നത് വർഷങ്ങളായി? ഈ ഒരു ചോദ്യം യുക്തിവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യം. ആക്ച്വലി ആ ലോകം ഏതാണെന്നൊന്നും പഠിക്കാതെയാണ് ഈ പറയുന്നത്. അത് ഏതനാണ്, നമ്മുടെ ഭൂമിയല്ല. ഏതൻ വിവരാതീതമായൊരു ലോകമാണ്. ആത്മീയമായ ഒരു പുതുലോക വ്യവസ്ഥിതിയാണ് അവിടെ ഉള്ളത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. ആദമിന്റെ 1 വയസ്സ് കൂട്ടുന്ന ഇവിടുന്ന് 1 വയസ്സ് കണ്ടിട്ടുണ്ട്. 2 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ആദമിന് കണ്ടിട്ടില്ല. നമ്മൾ കണ്ട ആദം പ്രായപൂർത്തിയായ ഒരാളാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ ആദമിന്റെ 1 വയസ്സ് കൂട്ടാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ഏതെന്നെ ലോകത്ത് മനുഷ്യന് പ്രായമില്ല, ജരാനര ബാധിക്കില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു ലോകമാണ്, സന്തുഷ്ടിയുടെ ലോകമാണ്. ടൈം ബാധിക്കാത്ത, സ്പേസ് ബാധിക്കാത്ത മനുഷ്യൻ, കാലവും സ്ഥലവും ബാധിക്കാത്ത മനുഷ്യനാണ് ഏതൻ. അവൻ എന്നേക്കും ജീവിക്കണമെന്ന ദൈവത്തിന്റെ പദ്ധതി. പക്ഷെങ്കിൽ അവൻ അരുത് എന്ന് ദൈവം പറഞ്ഞത് ചെയ്തു. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം, അടുത്ത ജീവന്റെ വൃക്ഷഫലം അവിടെ നിൽക്കും. ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ്. ഉൽപ്പത്തിയിലേക്ക് ചെല്ലുമ്പോൾ, വെളിപ്പാടിലേക്ക് ചെല്ലുമ്പോൾ പറയാണ്, പറദീസയിൽ, ദൈവത്തിന്റെ പറദീസയിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ തരും. ഇവിടെ നിരസിക്കപ്പെട്ട അവിടെ കിട്ടും, നമുക്ക് തരാൻ വേണ്ടി തന്നെ വെച്ചതാണ്. പക്ഷെ നോട്ട് നൗ, ഇപ്പോഴല്ല. നീ തൊടരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യരുത്, കഴിക്കരുത്, എടുക്കരുത്, ഇപ്പൊ എടുക്കരുത്. കേവലം പഴം പറിച്ചു തിന്നാൽ അവൻ നിയമം ലംഘിച്ചതാണ് തെറ്റ്. നമ്മൾ വൺ വേ പെട്ടെന്ന് കയറി പോവാ, സ്പീഡിൽ പോകാൻ വന്ന് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി. ആവശ്യം നമ്മുടെ ഗൗരവമാണ്. പക്ഷെ റൂൾ ഉണ്ടല്ലേ കയറരുത്. കേവലം ഞാനൊരു വഴി ക്രോസ് ചെയ്താണോ ഇത്ര വലിയ തെറ്റല്ല. പക്ഷെ വയലേറ്റ് ചെയ്തു, റൂള് വയലേറ്റ് ചെയ്തു. അവൻ പാപിയായി. അവിടുന്നാണ് ആദമിന്റെ വയസ്സൊന്ന് കണക്കൂട്ടുന്നത്. കാരണം ആദമിന് പാപിയായി തുടങ്ങിയ ശേഷം ആ കാലവും സ്ഥലവും സമയമൊക്കെ ബാധിക്കാൻ തുടങ്ങി. ക്രമേണ മരണത്തിലേക്ക് പൊക്കൊണ്ടിരുന്നു. ഓരോ വയസ്സും പിന്നിട്ട് മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏകന്റെ അനുസരണത്താൽ ന്യായവിധി ലോകത്തിൽ വന്നതുപോലെ ഏകന്റെ അനുസരണക്കേടിനാൽ ന്യായവിധി വന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ ന്യായവിധിയെ എന്നേക്കും മാറ്റുന്ന നീതീകരണം ലോകത്തിലേക്ക് വന്നു. അപ്പോൾ 2 കോൺട്രിബ്യൂഷനാണ് കാണുന്നത്. ഒന്ന് ആദ്യത്തെ ആദമിന്റെ കോൺട്രിബ്യൂഷൻ, 2 സെക്കൻഡ് ആഡം ഓർ ദ ലാസ്റ്റ് ആഡം, അവസാനത്തെ ആദത്തിന്റെ, ഒടുക്കത്തെ ആദത്തിന്റെ കോൺട്രിബ്യൂഷൻ. ഒരുവൻ പാപമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ഒരാൾ കൃപ കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട്, ദൈവകൃപ കൊണ്ട് പാപത്തെ മുഴുവൻ ഭസ്മീകരിച്ച് നീതിബോധം വരുത്തി, പരിശുദ്ധാത്മാവിനെ അയച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തി കൺവസ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചു. കൺവസ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? പാപത്തിന്റെ ഗൗരവം കണ്ടല്ല നമ്മൾ കൺവസ് ചെയ്തത്, മറിച്ച് എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി പാപം അറിയാത്തവൻ മരിക്കുന്ന കണ്ടപ്പോൾ എന്റെ അകതാരിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു തിരിച്ചറിവാണ് എന്റെ ഉള്ളം പിടയാൻ, എന്നെ കരയാൻ പ്രേരിപ്പിച്ചത്. ഒരു കുറ്റവും ചെയ്യാത്തവൻ എനിക്ക് പ്രായശ്ചിത്തമായി പകരം ക്രൂശിൽ കിടന്നു പിടയുന്നു. ആ രംഗം എന്നെ തിരിച്ചറിവിന് പ്രാപ്തനാക്കി. അപ്പൊ ഏകന്റെ അനുസരണക്കേടിനാൽ നീതീകരണം, അനുസരണക്കേടിനാൽ ഇവിടേക്ക് ശിക്ഷ വന്നതുപോലെ, പാപം കടന്നു വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ എനിക്ക് ശിക്ഷാവിധിയിലുള്ള വിടുതൽ ലഭിച്ചു. 2-3 ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് പര്യവസാനം. 1:17 റോമർ വായിച്ചാട്ടെ. റോമർ 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Just shall live by faith. നമ്മള് ഏറെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, ആവേശം ജനിക്കുന്ന ഒരു പശ്ചാത്തലം, അത് നമ്മെ ഏറെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ
നമ്മളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. കർമ്മനിരതനായ മാർട്ടിൻ ലൂതർ ഓർമ്മയുണ്ടാവും. ഈ ലൂതർ വലിയൊരു കത്തോലിക്ക ഭക്തനെ, വലിയ ഭക്തൻ. അദ്ദേഹം ബൈബിള് നിരന്തരം വായിക്കും. വിശേഷിച്ച് റോമർക്കെഴുതിയ ലേഖനവും ഗലാത്യ ലേഖനവുമാണ് അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പോഴും ഈ കാത്തലിസിസം പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ വഴിയെക്കുറിച്ച് വലിയ വേദന. എന്നാണ് ഈ പാപമോചന ചീട്ട് ഒക്കെ വിൽക്കുന്ന കാലം. നിങ്ങൾക്കറിയാവുന്ന എന്റെ വിചാരം. മനുഷ്യൻ പാപം ചെയ്താൽ പള്ളിക്ക് സംഭാവന കൊടുത്താൽ പാപം മോചിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കൽ ഒക്കെ നടക്കുന്ന കാലം. വലിയ തിന്മകൾ സഭ ഏറ്റവും അന്ധകാര യുഗത്തിലൂടെ പോകുന്ന വേളയിൽ അദ്ദേഹം ഈ പുസ്തകമൊക്കെ പഠിച്ചു. അങ്ങനെയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന പ്രയോഗം അദ്ദേഹത്തിന്റെ ചിന്താ മണ്ഡലത്തെ ആകെ മാറ്റി. എനിക്ക് ഒരിക്കൽ അദ്ദേഹം ഈ വത്തിക്കാനിലേക്ക് ഒരു യാത്ര പോയി. ആ യാത്രയിൽ വത്തിക്കാനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയാണ്. അവിടെ ഇരിക്കുന്ന പോപ്പിനെ പറ്റി, തന്റെ പ്രസ്ഥാനത്തെ പറ്റി, അവിടെയെങ്കിലും ആത്മീയരെ കാണാം, സന്തോഷനിർഭരമായ ഒരു ലോകം കാണാം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ കാണാം. ഈ ചിന്തയോടുള്ള യാത്രയിൽ ആവേശഭരിതനായിട്ട് ഈ സ്ഥലത്തേക്ക് എത്തുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഈ ഭയവും ആദരവും ഒക്കെ നിന്നു. അത്ര വികാര സ്വാതന്ത്ര്യമായി കണ്ട കാഴ്ച അദ്ദേഹത്തെ കളുടെയും കൂത്തരങ്ങായി മാറിയ പള്ളിയും പരിസരവും, മദ്യപിക്കുന്ന പുരോഹിതന്മാരും, അദ്ദേഹത്തെ തെറ്റായ വഴികളിലേക്ക് ആവേശപുരസ്സരം സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടു. ഈ കാഴ്ചകളെല്ലാം കണ്ട് മനം മടുത്ത് അദ്ദേഹം പുറത്തു വരുമ്പോൾ ഉള്ളിൽ ആത്മബോധം, നീ എന്തിനു പരിഭവിക്കരുത്, ഇതല്ല ആലയം. എൻ്റെ ആലയം അത് ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്, അത് നിന്റെ ശരീരമാണ്, നീയാണ്. റോമാലേഖനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും. ലൂതർ പലവട്ടം ഈ പുസ്തകം വായിച്ചു. പുസ്തകം വായിച്ചിട്ട് വിഗ്രഹാരാധനയോടും അതിന്റെ മ്ലേച്ഛ വഴികളോടും വിട പറഞ്ഞു അദ്ദേഹം നാട്ടിലെ തന്റെ ദേവാലയത്തിലേക്ക് എത്തി. വിറ്റൻബർഗ് ദേവാലയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിറ്റൻബർഗ് ദേവാലയത്തിന്റെ മുമ്പിലെത്തിയിട്ട് അദ്ദേഹം ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം ഒന്ന് നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി ഈ കാണിക്കുന്നതെല്ലാം അനാത്മീകമാണ്. അദ്ദേഹം 95 ചോദ്യങ്ങൾ എഴുതിയ, 95 പ്രസ്താവനകൾ എഴുതിയ പ്രസിദ്ധമായൊരു ഫലകം ഈ ദേവാലയത്തിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു. സാന്റാ സ്കലാസ് എന്നറിയപ്പെടുന്ന കൽപ്പടവുകൾ ചവിട്ടി. സാന്റ, ഹോളീന, സ്കലാസ്, വിശുദ്ധ കൽപ്പടവുകൾ, അത് ചവിട്ടി അദ്ദേഹം മുകളിൽ ചെന്നു ഇത് ഒട്ടിച്ചിട്ട് തിരിച്ചു പോകും. അത് പോപ്പിന് അധികാരമുള്ള കാലമാണ്. തലയെറുത്ത് കളയാം, അതിഭയങ്കരമായ അധികാരമുള്ള കാലം. പിടിച്ച് ജയിലിടാം. സയന്റിസ്റ്റുകളെയൊക്കെ കൊന്ന, ചുട്ടുകരിച്ചു കൊന്ന ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന കാലമാണ്. പക്ഷെ ഭയക്കാതെ അതിനുവേണ്ടി തന്നെ നിലകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം പണം വാങ്ങിയല്ല. മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ കൃത്യത്തിന് പണം വാങ്ങി നമ്മെ നീതി തന്നു വിടുന്ന ഒരു ദൈവമല്ല. അത് യേശുവിന്റെ രക്തത്തിന്റെ വില കുറച്ചു കാണിക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്തെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച് സവിസ്തരം പഠിപ്പിച്ച, പ്രസംഗിച്ച അജയ്യനായ ഒരു ചിന്തകനായിരുന്നു മാർട്ടിൻ ലൂതർ. ആ ലൂതറെ ഈ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ചുരുക്കത്തിൽ റോമാലേഖനം മുഴുവനായി നിങ്ങൾ വായിക്കുക. അവിടെയെല്ലാം വിശ്വാസത്തിന്റെ അനന്ത സാധ്യതകൾ, ആ സാധ്യത നമ്മെ ക്രിസ്തുവിനോട് ഏകീകരിക്കുന്ന, വിനയാന്വിതരായി അവിടുത്തെ പാതയെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉന്നതമായ വചനങ്ങളുടെ പ്രവാഹമാണ്. നമുക്ക് ആ വഴി തന്നെ 1-2 ഭാഗം കൂടി ഒന്ന് പരിശോധിച്ചു പോകാനായിട്ട്. നമ്മൾ കണ്ടു ഈ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് എങ്ങനെയാണ്, എന്തു തരം നീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്ന. നീതിമാൻ ആരാണ്? ശരിക്കും ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ പദ്ധതി, ദൈവം എന്ത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് തിരിച്ചറിയുന്നവനാണ് നീതിമാൻ. നമുക്കറിയാം, ഒരു ജഡ്ജായിട്ട് ഒരാളെ നിയമിക്കണമെങ്കിൽ ധാരാളം വിധി പറഞ്ഞ് ശീലമുള്ള ഒരു മജിസ്ട്രേറ്റിനെയാണ്
ഒരു വക്കീലിനെയാണ് മജിസ്ട്രേറ്റ് ആയിട്ട് പിൽക്കാലത്ത് നിയമിക്കുന്നത്. ഇപ്പൊ അതിനൊക്കെ മാറ്റമുണ്ട്. ആള് നിയമം പഠിച്ചാൽ മതി. കോടതിയിൽ ഇരുന്ന് വക്കീലായിട്ട് ഇത് വാദിക്കണമെന്ന് നിർബന്ധമില്ല. ജുഡീഷ്യൽ കോളേജുകളൊക്കെ വേറെയുണ്ട്. അതുവഴി പഠിച്ച കേസുകൾ പഠിച്ച, എന്നാലും അനുഭവവും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രധാനം തന്നെയാണ്. അങ്ങനെ നന്നായി പഠിച്ചു വരുന്ന ഒരാൾ, നീതിയെക്കുറിച്ച് ബോധമുള്ള ഒരാൾ, ശരിതെറ്റുകളെ കുറിച്ച് ബോധമുള്ള ഒരാൾ, അതിനനുസരിച്ചാണ് വിധി പറയുന്നത്. ഞാൻ അതിന്റെ ചില വിഷയം ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാൻ വാദിയുടെ പക്കലേക്ക് ഏൽപ്പിച്ചു. രണ്ടുപേരുണ്ടല്ലോ, വാദി പ്രതി. പ്രതി എന്നോട് തെറ്റ് ചെയ്ത ഒരാൾ, അയാളെ ശിക്ഷിക്കാൻ എൻ്റെ കയ്യിൽ തന്നിട്ട് കോടതി പറയും, നീ അതിന് ശിക്ഷ കൊടുത്തു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയോ? അവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ മക്കളേക്ക് നിങ്ങളുടെ എതിരാളിയെ തന്നിട്ട് പറയാണ്, നിങ്ങൾ അവനെ ശിക്ഷിക്കുക. വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ശിക്ഷയല്ല, ശിക്ഷയേക്കാൾ കടുപ്പമുള്ളൊരു പ്രയോഗമാണ് നടത്താൻ. നിങ്ങളുടെ വൈരാഗ്യം തീർക്കാനേ പോകും. അപ്പൊ അവിടെ അടുത്ത തെറ്റ് വന്നു. കാരണം ശരിയായ ശിക്ഷ എന്താ? നിങ്ങളുടെ കവിളിൽ ഒരാൾ അടിച്ചു, 3 വിരൽ പതിഞ്ഞു കിടക്കും. തിരിച്ച് അവനോട് ഇടപെടുമ്പോ തിരിച്ച് ഇതുപോലെ അടിക്കാന്ന് സങ്കല്പിക്കുക. ആ അടിയിൽ 2 വിരലേ പതിഞ്ഞുള്ളെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടിയില്ല. കാരണം നിങ്ങളുടെ കവിളിൽ 3 കൈ പതിഞ്ഞു, 3 വിരൽ. ഇനി അവനെ അടിച്ച വഴിക്ക് 3 അല്ല 4 വിരലുകളൊക്കെ പതിഞ്ഞു. അപ്പൊ അവനോട് കാണിച്ച നീതിയല്ല, നിങ്ങൾ ഒരു വിരൽ കൂട്ടി പ്രയോഗിച്ചടിച്ചു. അതുകൊണ്ടാണ് കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഒരിക്കലും വാദിയുടെ മക്കൾ കോടതി തരാത്തത്. നമ്മുടെ മക്കളേക്ക് തരാത്തതുകൊണ്ടാണ്. ജനങ്ങൾ കല്ലെറിയാൻ കാത്തു നിൽക്കുക. ഒരു കുറ്റവാളിയെ കൊണ്ട് പോകുമ്പോ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്താൽ പോലീസിന്റെ പേര് കേസ് വരും. അവനെ അങ്ങനെ ചെയ്യാനൊക്കത്തില്ല, നിയമമില്ല. അവനെ കൈകാര്യം ചെയ്യാൻ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് നീതി നടപ്പിലാക്കാൻ സാധിക്കും. നിയമം അറിഞ്ഞിരിക്കണം, നീതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ നീതിയുടെ ഫലദായകമായ വിനിയോഗം നിർവഹിക്കാൻ കഴിയുന്ന നീതിമാൻ. അതാണ് നീതിമാന്റെ അർത്ഥം. നീതി പ്രവർത്തിക്കുന്ന ഒരാളെന്നല്ല, ആ നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ. അയാൾ ഒരിക്കലും നിയമം വിട്ട് പെരുമാറുകയല്ല, മറിച്ച് നിയമത്തെ എങ്ങനെ സംരക്ഷിക്കാം അതിനു വേണ്ടി തുനിയുകയാണ്. അവിടെയാണ് ഈ ഇടനിലക്കാരനായി നമ്മുടെ കർത്താവ് വരേണ്ടുന്നതിന്റെ ആവശ്യം. ഞാനതൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് പറയാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഈ കോടതി ഗവൺമെന്റും തമ്മിൽ പല വിഷയങ്ങളിൽ 2 തട്ടിലാണ്. സ്വാഭാവിക. ഒരു ചെറിയ ഉദാഹരണം, ഈ കുട്ടികൾ പഠിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജ്, അതിന് കൗൺസിൽ അംഗീകാരമില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അംഗീകാരമില്ല. അത് കിട്ടുമെന്നുള്ള രൂപത്തിൽ കുട്ടികളെ നേരത്തെ എടുത്ത് ക്ലാസ് അങ്ങ് തുടങ്ങി. 4.5 കൊല്ലമായിട്ട് അത് കിട്ടുന്നില്ല. കുട്ടികളുടെ പഠനം കഴിഞ്ഞു, ഇത് കൊടുക്കാൻ അവർ തയ്യാറില്ല. കേസായി. സ്ഥാപനം പറഞ്ഞു, ഞങ്ങളോട് വന്ന് കൗൺസിൽ വിസിറ്റ് ചെയ്താണ്, അപ്പോഴൊക്കെ പറഞ്ഞ നോംസ് എല്ലാം പാലിച്ചു, പക്ഷെ കിട്ടുന്നില്ല. പ്രശ്നമായി. 10 കുട്ടികളുടെ ഭാവിയാ കോടതി മുമ്പിലേക്ക് ചെന്നു. ഒരു ഭാഗത്ത് കുട്ടികൾ, അടുത്ത ഭാഗത്ത് ഇവരെ പ്രതികരിച്ചു വന്ന ഗവൺമെന്റ്, അപ്പുറത്ത് കോളേജ് യൂണിവേഴ്സിറ്റി എല്ലാം നിൽക്കുകയാണ്. ഇവിടെ നീതി കുട്ടികൾക്ക് കിട്ടണ്ട. നീതിയല്ല, കുട്ടികള് 10 പേരുടെ ഭാവി പോകുന്നത്. കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട 400 കുട്ടികളുടെ ഭാവിയാണ്, അത് ഓർത്ത് ഇതങ്ങ് ക്രമപ്പെടുത്തണം. കോടതി ചെയ്യില്ല. 400 കുട്ടികളുടെ ഭാവി കോടതിക്ക് വിഷയമല്ല. കോടതിക്ക് വിഷയം നിങ്ങൾ നിയമം പാലിച്ചിട്ടുണ്ടോ. നിങ്ങളുടെ കരുണ കാണിക്കണമെങ്കിൽ നിയമം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ. അതിനു വേണ്ടിയാണ് ആ സ്റ്റാച്ചു കണ്ണ് കെട്ടിയിരിക്കുന്നുണ്ടോ, കയ്യിൽ തുലാസ് പിടിച്ച്. ആരാണ് മുമ്പിൽ നിൽക്കുന്നത് കോർട്ടിന് അറിയുന്നത്. ഞാൻ ഈ കയ്യിൽ തൂക്കിപ്പിടിച്ചിരിക്കുന്ന തുലാസില് ഏത് തട്ടാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ, അതിലിരിക്കുക. അവിടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ആരെന്നറിയണ്ട. പ്രശ്നമായി. വിധി ആ കൗൺസിലിന് അനുകൂലം, ഇവരെടുക്കാൻ പറ്റിയില്ല. കൗൺസിൽ പറഞ്ഞാൽ ശരി, തക്ക സമയത്ത് പേപ്പർ കൊടുത്തില്ല, നോംസ് പാലിച്ചില്ല, അത് പല കാര്യങ്ങളുണ്ട്, ഫോർമാലിറ്റി ഒന്നും കീപ്പ് ചെയ്തില്ല, ഇവർക്ക് അക്രഡിറ്റേഷൻ ഇല്ല. സർക്കാർ പറയും, കോടതി കുട്ടികളുടെ ഭാവിയാണ് പ്രശ്നം,
കോടതി സർക്കാർ രണ്ട് തട്ടിലായി. കുട്ടികളപ്പുറത്ത്. തർക്കം മൂക്കുമ്പോൾ ഇത് പരിഹരിക്കാനൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കോർട്ടും സർക്കാരും തമ്മിൽ രണ്ട് തട്ടിലാകുമ്പോഴൊക്കെ, പ്രശ്നം എങ്ങുമെങ്ങും എത്താതെ പോകുമ്പോഴൊക്കെ സർക്കാർ വിഷമവൃത്തത്തിലാകും. കാരണം സർക്കാർ കൺസേൺ ഉള്ള ഭാഗം. അവർക്ക് നാളെ നമ്മളെ കാണണ്ട. പിണറായി വിജയൻ, ഉമ്മൻചാണ്ടിക്ക് നമ്മുടെ അടുത്ത് വരേണ്ടതാണ്. അവർക്ക് കൺസേൺ ആണ്. ജനങ്ങളിൽ നിന്ന് പോയവരാണ്. ഇത് നമ്മളിൽ നിന്ന് പോയവരൊന്നുമല്ല. നമ്മുടെ ആനുകൂല്യം കൊണ്ടല്ല മൈസൂരായിട്ട് അവിടെ ഇരിക്കുന്നത്. അയാൾ നീതിപൂർവ്വം വസ്തുത പഠിച്ച് ഗ്രഹിച്ച് പരീക്ഷ എഴുതി പോയിരിക്കുക. ഉമ്മൻചാണ്ടി അങ്ങനല്ല. പിണറായി വിജയൻ സാർ അങ്ങനല്ല. നമ്മൾ വോട്ട് കൊടുത്തു വിട്ടാണ്. കൺസേൺ ഉണ്ട് നമ്മളോട്. നമ്മുടെ MLA അങ്ങനല്ല. കൺസേൺ കൊടുക്കാം. ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇടയിൽ പ്രശ്നം സെറ്റിൽഡ് ആക്കാൻ ഒരാളെ നിയമിക്കും. ആളിന്റെ പ്രത്യേകത അതിന് പറയുന്നത് അമിക്കസ് ക്യൂരി എന്നാണ്. അമിക്കസ് ക്യൂരി, അതിന് അമിക്കബിൾ സെറ്റിൽമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് എന്നാണ്. ഗവൺമെന്റിനും കോടതിക്കും ഇടയിൽ പ്രശ്നം തീർക്കണം. അദ്ദേഹം ആരാ വരുന്ന അറിയണ്ടേ? ഒത്തിരി കേസുകളിൽ വിധി പറഞ്ഞ് ശീലമുള്ള പക്വമതിയായ ഒരു മജിസ്ട്രേറ്റോ ഒരു സീനിയർ അഡ്വക്കേറ്റോ ആയിരിക്കും വരുന്നത്. അദ്ദേഹത്തിന് കോടതി അറിയാം, നിയമം അറിയാം, ഏത് വഴി ചിന്തിക്കുമെന്ന് അറിയാം. അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രശ്നം അറിയാം, സർക്കാരിന്റെ പ്രശ്നം അറിയാം. അദ്ദേഹം വന്നിട്ട് നിങ്ങളോട് പറയും, ഇതാ ഇന്നൊക്കെ നിങ്ങൾ ചെയ്യണം. കൗൺസിലിന്റെ അടുത്ത് പറയും, ഇതാ പോലൊക്കെ പ്രവർത്തിക്കണം. സർക്കാരിനോട് പറയും, ഒരു നിയമം ഉണ്ടാക്കി കുട്ടികൾക്ക് നിയമപരിരക്ഷ കൊടുക്കുക, മുൻകാല പ്രാബല്യത്തോടൊരു പരിഗണന. കോടതിയോട് സമയം ചോദിച്ചിട്ട് പറയും, വെയിറ്റ് ചെയ്യും, നമുക്ക് നിയമപരിരക്ഷയ്ക്കകത്ത് കുട്ടികളെ കടത്തി രക്ഷപ്പെടുത്തണം. ഇദ്ദേഹം പറയുമ്പോൾ കോടതി കേൾക്കാൻ കാരണം എന്തറിയോ? ഇദ്ദേഹം ഒരു കോടതിയാണ്. കോടതിയുടെ പൾസ് അറിയാം, തെറ്റിക്കില്ലെന്നല്ല ഉറപ്പ്. ഇദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കാൻ കാരണം എന്താ? നമ്മുടെ ബലഹീനത അറിയാം, കുറവ് അറിയാവുന്ന ആളായി. അതാ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കോട്ട് കയറി വരുമ്പോ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ ആൾക്കാർ ഈ ഇടയ്ക്ക് മധ്യസ്ഥ പറയാൻ വരുന്നില്ല. പോട്ടെ, അതങ്ങ് വിട്ടുകളയാനാ പറഞ്ഞു. വിട്ടുകളഞ്ഞാൽ നീതിയാവും? വിട്ടുകളഞ്ഞാൽ നീതിയാവൂല. നമ്മൾ വിട്ടുകളയണം, അത് വേറൊരു ഭാഗം. അത് പറയാനേ നമുക്ക് പറ്റൂ. നോക്കണം, അതങ്ങ് വിട്ടുകള, പോട്ടെ. വിട്ടുകള എന്ന് പറയുമ്പോഴേക്ക് അത് ദീർഘക്ഷമയാ, നീതിയല്ല. നീതിയാവില്ല. അത് പോട്ടെ എന്ന് പറഞ്ഞാൽ നീതിയാവില്ല. നീതിയാകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥ അയക്കാൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു, എനിക്ക് ഇത്ര നഷ്ടമുണ്ട്, അത് പാസ്റ്റർ നികത്തും. ഞാൻ പറയാം, അതെങ്ങനെ? ഞാൻ നിങ്ങൾ എനിക്ക് വല്ലതും തരുമെന്നോർത്താ ഞാൻ ഇതിനകത്ത് കൂടിയത്. ഈ തർക്കത്തിൽ ഞാൻ കൂടിയ തന്നെ നിങ്ങൾ എനിക്ക് ദശാംശം തരുമെന്നോർത്ത് ഞാൻ കൂടിയതാ. മനസ്സിലായോ? എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. ഇത് എനിക്ക് കഴിയില്ല. അതാ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുതെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഇത് അപ്പൊ ഞാൻ പറയാം, നിക്ക് അമ്മയ്ക്ക് അവിടെ നിക്ക്, നീക്ക് എത്രയാ നഷ്ടം? ഞാൻ തരാന്ന് അവിടെ നിക്ക്. അടുത്ത ആളോടിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താ? അത് നമുക്ക് പരിഹരിക്കാം. ഞാനല്ലേ പറഞ്ഞു. നിങ്ങൾ രണ്ടു കൂട്ടരും വിശ്വസിച്ചെങ്കിലേ എനിക്ക് മീഡിയേറ്റർ ആകാൻ പറ്റും. കേട്ടല്ലോ? ഇങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയില് മീഡിയേറ്റർ ആകാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനില്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം പാളിപ്പോയാൽ ഞാൻ വന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ഞാൻ ആര്, അല്ലെങ്കിൽ നിങ്ങൾ ആര്? യു കനോട്ട്. അപ്പോഴാ നമുക്കൊരു മധ്യസ്ഥൻ. നമ്മുടെ മധ്യസ്ഥൻ ഒരേ സമയം ദൈവമാണ്, അതേസമയം മനുഷ്യനാണ്. പിടിയിട്ടല്ലോ? എന്റെ പക്ഷം ചേർന്ന് നിൽക്കും, ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാ. അതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസക്തി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥൻ ഒരുവൻ. അനേകർക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അവിടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം. കാരണം എന്താ? യേശു ലോകത്തിലേക്ക് വന്നു, എന്റെ കുറ്റം തിരിച്ചറിഞ്ഞു, ദൈവനീതിയുടെ ആഴം തിരിച്ചറിഞ്ഞു. അവിടുന്ന് അവൻ വന്നിരിക്കുന്നു. ദൈവക്രോധത്തിന്റെ തീച്ചുളയിൽ ഉരുകി തകരേണ്ട എനിക്ക് സ്വന്തം പ്രാണനെ ബലിയാക്കി തീർത്തിട്ട് ആ രക്തം കൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ച് എന്നെയും വീണ്ടെടുത്ത് പിതാവിന്റെ അരികിൽ ചെല്ലുമ്പോൾ അപവാദിയായ സാത്താൻ എന്നെ കുറിച്ച് പറഞ്ഞു, അവൻ നീചനാണ്, നിന്ദ്യനാണ്, നികൃഷ്ടനാണ്, പാപിയാണ്, അധർമ്മിയാണ്, കൊലപാതകിയാണ്. ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷയോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ മാനവരാശി മുഴുവൻ ഉയർത്തി അവന്റെ ഈ മനോഹരമായ ആ കരമില്ല, അതിങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ആ കരത്തിൽ പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് ഉരുവായി വരുന്ന
പുണ്യാഹ രക്തം. അവന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള നമ്മെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങാൻ അവൻ അർപ്പണം ചെയ്ത ആ ത്യാഗബോധമില്ലേ, അതുവഴി എന്റെ ക്ഷമിച്ച ദിവ്യ ഔഷധമാണ് ആ കാൽവരുടെ കൊലമരത്തിലെ പുണ്യാഹ രക്തം. അതുകൊണ്ട് നീതീകരണം എനിക്ക് സംഭവിച്ചത് ആ രക്തം അഡ്വാൻസായി എനിക്ക് വേണ്ടി പേ ചെയ്തു. ഹി ഇൻവെസ്റ്റഡ് ഫോർ മീ. എനിക്ക് വേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്തു ആ രക്തം. അങ്ങനെയാണ് എന്റെ പാപത്തിന്റെ കുറ്റം എന്നേക്കുമായി എന്നോട് ക്ഷമിച്ച് എന്ന പുതുമനുഷ്യനാക്കി അവിടുന്ന് തീർത്തത്. ഏതായാലും നമുക്ക് പര്യവസാനിപ്പിക്കേണ്ട നേരമെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാന്യരെ, നീതീകരണം സംഭവിക്കാൻ പുത്രൻ തന്റെ രക്തം നമുക്ക് പ്രായശ്ചിത്തമായി നൽകി. റാൻസം നമുക്ക് പ്രായശ്ചിത്ത ബലിയായി ആ രക്തം നൽകിയപ്പോൾ പാപിയായ നമുക്ക് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ. അപ്പോൾ മനുഷ്യരാശി ചെയ്ത എല്ലാ നീചകൃത്യങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുന്നത് ആ രക്തത്താലുള്ള ശുദ്ധീകരണത്തിലാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വചനം കൃത്യമായിട്ട് അങ്ങനെ പറയുന്നു. അതുകൊണ്ട് നീതീകരണം എന്നത് നമ്മൾ പാപികളായിരിക്കെ തന്നെ നമ്മുടെ പാപത്തിന്റെ കാഠിന്യം ഉൾക്കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ച് ശാക്തീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും നിർമ്മലരുമാക്കി നമ്മെ കൊണ്ടു നിർത്തിയ ആ ക്രിസ്തു സ്നേഹത്തിന്റെ പരിണിത ഫലമാണ്, ആ പ്രവണതയാണ്, ആ രീതിയാണ് നമ്മൾ ഈ നീതീകരണത്തിലൂടെ ബോധ്യം വരുന്നത്. ഇവ പരസ്പര ബന്ധമുള്ള പദങ്ങളാണ്. അടുത്ത ദിനവും നമുക്ക് അനുബന്ധമായി ചില കാര്യങ്ങൾ പഠിക്കാം. വളരെ ഏകാഗ്രതയോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ താല്പര്യം കാട്ടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ പറ്റി അവസാനിപ്പിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ.